എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡബിൾ സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതേപോലെ 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരുപോലെ വേണം കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്കൊരു ചെറിയ സ്റ്റിച്ച് തയ്ച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 സ്റ്റിച്ചസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് വിട്ടിട്ട് ഇതേപോലെ തന്നെ ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് അങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ ഇതേപോലെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോയിൻ്റ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിഗ്സാഗ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ നമുക്ക് കിട്ടും. കണ്ടോ സിഗ്സാഗായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതായിരുന്നു കാണിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയർ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻഡ് നോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ അടുത്ത ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ. എൻഡ് നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് താഴത്തെ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുത്തത് നമുക്ക് വീണ്ടും നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ താഴത്തുനിന്ന് ഇതേപോലെ ചെറിയ ഒരു സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ലോങ് സ്റ്റിച്ച് പിന്നെ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ലെയറിൻ്റെ മുകളിൽ ഓവർലാപ്പ് ആയിട്ടാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു സിഗ്സാഗ് സ്റ്റിച്ച് വരുന്നത്. കണ്ടോ. അപ്പം ഇതാണ് ഡബിൾ സിഗ്സാഗ് സ്റ്റിച്ച്. ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് നെക്ക് ഡിസൈൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഔട്ട്ലൈനായിട്ടും യൂസ് ചെയ്യാം. ഫില്ലിങ് സ്റ്റിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബോർഡർ ഡിസൈൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നല്ല ഭംഗിയാണ് ഈ സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പം കാണാൻ. കാരണം ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് കുന്തൻ സ്റ്റോൺസും ബീഡ്സും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണിത്. അതേപോലെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഇത് തയ്ക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.